നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാലകൌമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് അരങ്ങുണർന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ആദ്യ ദിനത്തിൽ അരങ്ങ് തകർത്തത് സ്റ്റേജിതര മത്സരങ്ങൾ. കലോത്സവ കാഴ്ചകൾ സിസിടിവിയിലൂടെ തത്സമയം. വഖഫ് ഭൂമി വിവാദം പ്രതിഷേധവുമായി പാലിയൂർ ഫൊറോന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കടുത്ത നീതി നിഷേധമാണ് നടക്കുന്നതെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ മൌനം പാലിക്കുകയും അധികാരികൾ കണ്ണടയ്ക്കുകയും ചെയ്യുകയാണെന്ന് പാലിയൂർ ഫൊറോന. അഞ്ഞൂരിൽ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിലെ വരാന്തയിൽ തീയിട്ട നിലയിൽ. മേഖലയിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന സൂചന. പോലീസ് അന്വേഷണം തുടങ്ങി. മാറഞ്ചേരി പുറങ്ങിൽ മാരാമുറ്റത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്രം വടക്കേ നടയിലെ താൽക്കാലിക പന്തൽ തകർന്നു വീണു. വലിയ അപകടം ഒഴിവായി. രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് പന്തൽ നിലം പൊത്തിയത്. വാർത്തയിൽ ആദ്യം കലോത്സവ വിശേഷം. ബാലകൌമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ആദ്യ ദിനത്തിൽ സ്റ്റേജിതര മത്സരങ്ങളാണ് പ്രധാനമായും നടന്നത്. 12 വേദികളിലായി 260 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയുടെ പ്രഥമ ദിനത്തിൽ നടന്നത് രചനാ മത്സരങ്ങളും ചൊല്ലൽ ഇനങ്ങളും പ്രസംഗവുമായിരുന്നു. ചിത്രരചന, പെൻസിൽ ഡ്രോയിംഗ്, ജലച്ചായം, കോളാഷ്, കാർട്ടൂൺ, വിവിധ ഭാഷകളിലെ പദ്യം ചൊല്ലൽ, ലളിതഗാനം, ഉപന്യാസ, കഥാ, കവിതാ രചനകൾ, വിവിധ ഭാഷകളിലെ പ്രസംഗം എന്നിവയാണ് അരങ്ങ് തകർത്തത്. കയ്യെഴുത്ത്, തർജ്ജമങ്ങൾ, പദകേളി, പദനിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം, പ്രശ്നോത്തരി എന്നീ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു. കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. ഗേൾസ് സ്കൂളിന് പുറമെ ഗവൺമെന്റ് LP സ്കൂൾ, ടൗൺ ഹാൾ, CMS, PG സ്കൂൾ, സ്നേഹാലയം, ഡെഫ് സ്കൂൾ എന്നിവിടങ്ങളിലും വേദികളുണ്ട്. ടൗൺ ഹാളിലാണ് ഭോജനശാല ഒരുക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8:30 പ്രധാന വേദിയായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയാകും. വ്യാഴാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാനുവൽ പ്രകാരമാണ് വിധികർത്താക്കളെ നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VB ശ്യാം, MM നദീറ, നിൽടോം, PT കിറ്റോ, പബ്ലിസിറ്റി കൺവീനർ ജിസൺ J. കാക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതിയാണ് കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ഉപജില്ലാ കലോത്സവം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഭക്ഷണശാലയിൽ പരിശോധന നടത്തി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ 3000 പേർക്കുള്ള ഉച്ചഭക്ഷണമാണ് പ്രതിദിനം തയ്യാറാക്കുന്നത്. കുന്നംകുളം നഗരസഭയുടെ ടൗൺ ഹാളിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിനും കഴിക്കുന്നതിനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കലോത്സവ വേദികളിലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും വിവിധങ്ങളായ മാലിന്യ സംസ്കരണ ബിന്നുകൾ സ്ഥാപിക്കുകയും ശുചീകരണത്തിനായി നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി P. ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, S. രശ്മി, PP. വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ പ്രജീഷ് തമ്പി, ഗോപാലകൃഷ്ണൻ, ടോം മാർട്ടിൻ, ലാൽ ബാബു ഫ്രാൻസിസ് എന്നിവർ സംബന്ധിച്ചു. കലോത്സവ ഭക്ഷണ വിതരണത്തിൽ 100% ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള നടപടികളിൽ കലോത്സവ ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളെ നഗരസഭ അഭിനന്ദനം അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് കൊടിയേറി. ഭക്തി തുളുമ്പുന്ന ഗുരുഭവനപുരിയിലെ ഇനിയുള്ള 4 നാളുകൾ കൌമാരകലയുടെ സംഗമഭൂമിയാകും.
ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ജയശ്രീ പതാക ഉയർത്തി NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, ജനറൽ കൺവീനർ TM ലത, ജോയിന്റ് കൺവീനർ ജൂലിയറ്റ് K അപ്പുക്കുട്ടൻ, VM ഡെന്നി, KK ശ്രീകുമാർ, MK സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത്. കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 9:30 NK അക്ബർ MLA നിർവഹിക്കും. 4 ദിവസങ്ങളിലായി 20 വേദികളിൽ 313 ഇനം മത്സരങ്ങൾ നടക്കും. ഉപജില്ലയിലെ 107 സ്കൂളുകളിൽ നിന്നായി 6470 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ആരംഭിച്ച വെൽഫെയർ കമ്മിറ്റി ഓഫീസ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർമാരായ സുബിത സുധീർ, സിന്ധു ഉണ്ണി, ജനറൽ കൺവീനർ TM ലത, പ്രധാനാധ്യാപിക ജൂലിയറ്റ് K അപ്പുക്കുട്ടൻ, KC സുനിൽ, AK സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരാർത്ഥികൾക്ക് ശക്തമായ മെഡിക്കൽ സപ്പോർട്ടുമായാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആരോഗ്യ വിഭാഗത്തിൽ നിന്നുള്ള ഹെഡ് നഴ്സിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമും 5 ആംബുലൻസുകളും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും സജീവമായി രംഗത്തുണ്ട്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയാണ് മെഡിക്കൽ സപ്പോർട്ടിന് നേതൃത്വം നൽകുന്നത്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധീർ ചെയർപേഴ്സണായും AK സലാഹുദ്ദീൻ കൺവീനറുമായാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ വയറും മനസ്സും നിറച്ച വെജിറ്റബിൾ ബിരിയാണി ഉഷാറാക്കി. കലോത്സവം നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ബിരിയാണി വിളമ്പിയത്. വിദ്യാർത്ഥികൾക്ക് പുറമെ എസ്കോർട്ടിംഗ്, ടീച്ചേഴ്സ്, ജഡ്ജസ്, ഒഫീഷ്യൽസ് ഉൾപ്പെടെ 2500ഓളം പേർ ഭക്ഷണം കഴിച്ചു. ഇനിയുള്ള 3 ദിവസം സദ്യയാണ്. മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിലാണ് സദ്യ ഒരുക്കിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. അഞ്ഞൂരിൽ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിലെ വരാന്തയിൽ തീയിട്ട നിലയിൽ. മേഖലയിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെ ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് സൂചന. അഞ്ഞൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ പൊന്നരാശ്ശേരി അജിത് കുമാറിന്റെ ഫ്ളാറ്റിന് മുന്നിലെ നടവരാന്തയിലാണ് ചിരട്ടയും പേപ്പറുകളും തീയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. അജിത് കുമാർ, ഭാര്യ തുളസി, മകൻ അനന്തു, മകളുടെ 4 വയസ്സുള്ള കുട്ടി എന്നിവരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. രാത്രി 11:30ഓടെയാണ് സംഭവം. താഴെ നിന്ന് വലിയ ശബ്ദം കേട്ടതായും ചിലർ മുകളിലുള്ള തങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത് അറിഞ്ഞതായും വീട്ടുകാർ പറഞ്ഞു. തീയിട്ട ശേഷം അക്രമികൾ അതിവേഗം പോയെന്നാണ് പരാതിയിൽ പറയുന്നത്. തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ ശക്തമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. വീടിന് നാശം വരാത്ത രീതിയിൽ ഉണ്ടായ അഗ്നിബാധ സംബന്ധിച്ച് സ്ഥലത്തുനിന്ന് ലഭിച്ച തെളിവുകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് സൂചന. മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരുനാളിനിടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം CCTV ന്യൂസ് കുന്നംകുളം. മാറഞ്ചേരി പുറങ്ങ് മാരാമുറ്റത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. പുറങ്ങ് കളത്തിൽപ്പടി സ്വദേശി 21 വയസ്സുള്ള നിലമ്പൂർ മൻസൂർ, പുറങ്ങ് മാരാമുറ്റം 19 വയസ്സുള്ള ചാലേരി പ്രിജിൽ എന്നിവരെയാണ് പെരുമ്പടപ്പ് പോലീസ് പിടികൂടിയത്. ഒക്ടോബർ 2 പുലർച്ചെ മാരാമുറ്റം സ്വദേശി പുക്കയിൽ ജംഷീറിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് രാത്രി പ്രതികൾ കത്തിക്കുകയായിരുന്നു. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം റോഡിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോയാണ് അഗ്നിക്കിരയാക്കിയത്. വാഹനത്തിലുണ്ടായിരുന്ന 25,000 രൂപയും കത്തിനശിച്ചിരുന്നു. സംഭവത്തിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്. പെരുമ്പടപ്പ് പോലീസ് SHO ബിജു CVയുടെ നേതൃത്വത്തിൽ SI ബിജു, ASI രാജേഷ്, CPOമാരായ വിഷ്ണു നാരായണൻ, ജെറോം, സാൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളം കുറുക്കൻപാറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലാട് സ്വദേശി 29 വയസ്സുള്ള മൻസൂറിനെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറഞ്ഞു. കുറുക്കൻപാറ സ്വദേശി മണ്ടുമ്പാൽ വീട്ടിൽ 44 വയസ്സുള്ള ഷിബുവിനെയാണ് 2 സംഘം ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 31 രാവിലെ 8 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാവിലെ നടക്കാനിറങ്ങിയ ഷിബുവിനെ ബൈക്കിലെത്തിയ 2 പേർ ആക്രമിച്ച് കടന്നു കളയുകയായിരുന്നു. ആക്രമണത്തിൽ കണ്ണിന് താഴെ കുത്തേറ്റ ഷിബുവിന്റെ എല്ലിന് പൊട്ടലുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു.
കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ് കുന്നംകുളം. മുൻവൈരാഗ്യത്തെ തുടർന്ന് കാണിപ്പയ്യൂരിലെ തട്ടുകടയിൽ കയറി പിതാവിനെയും മകനെയും ആക്രമിച്ചതായി പരാതി. വാവ തട്ടുകടയുടെ ഉടമ ജാസിൻ, മകൻ 15 വയസ്സുള്ള അഭിയവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ജാസിന്റെ തട്ടുകട സുജിത് എന്ന വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്നു. 2 ദിവസം മുമ്പ് കട ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടും അഡ്വാൻസ് തുക നൽകിയതുമായി ബന്ധപ്പെട്ടും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ഇതിന്റെ പ്രതികാരമായാണ് കടയിലെത്തിയ സുജിത്ത് തന്നെയും മകനെയും ക്രൂരമായി ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ജാസിൻ പറഞ്ഞു. ഇരുവരും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ കുന്നിൽ നിന്നും മണ്ണെടുക്കാനുള്ള ശ്രമത്തിനെതിരെ കടുത്ത പ്രതിഷേധം. ഹൈവേ വികസനത്തിന്റെ മറവിൽ കോട്ടോൽ കുന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാരോപിച്ച് കുന്നിനു മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് മണ്ണുമാന്തി യന്ത്രം കോട്ടോൽ കുന്നിലേക്ക് എത്തിയത്. യന്ത്രം കയറിയതോടെ കുന്നിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് തകരുകയും കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകരാറിലാവുകയും ചെയ്തു. പട്ടികജാതിയിൽപ്പെട്ട 12 കുടുംബങ്ങളാണ് കോട്ടോൽ കുന്നിനു മുകളിൽ താമസിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ കുന്നിലേക്കെത്തി. ഹൈവേ വികസനത്തിന് കോട്ടോൽ കുന്നിൽ നിന്നും മണ്ണെടുക്കുന്നതിന് ജിയോളജി വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് വാദം. കുന്നിന്റെ മുകളിൽ നിന്നാണ് തുരക്കൽ തുടങ്ങുക എന്നാണ് സൂചന. ഇത് കടുത്ത പാരിസ്ഥിതിക നാശത്തിനും സമീപവാസികളുടെ വീടുകൾക്ക് ബലക്ഷയത്തിനും കാരണമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കുന്നിൻ മുകളിലും താഴെയുമായി 30ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ താമസിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ പണിത് നൽകിയ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന തരത്തിലുള്ള വീടുകളിലാണ് ഇവരുടെ വാസം. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ മണ്ണാംകുന്ന് പ്രദേശത്ത് ആലിന് സമീപം പഞ്ചായത്ത് പുറംപോക്ക് ഭൂമി കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചുമാറ്റണമെന്നും അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകി. മണ്ണാംകുന്ന് പ്രദേശത്തെ യുവജന സംഘം ക്ലബ്ബാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 1994 കേരള പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരമാണ് അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സെക്രട്ടറി കെ മായാദേവി, ക്ലർക്ക് ശ്രീരാഗ്, ഓഫീസ് അസിസ്റ്റന്റ് ടിറ്റോ ജോൺസൺ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് ഉത്തരവ് പതിച്ചു. ഉത്തരവ് പാലിക്കാത്ത പക്ഷം കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ അറിയിച്ചിട്ടുണ്ട്. വഖഫ് ഭൂമി വിവാദം പ്രതിഷേധവുമായി പാലയൂർ ഫൊറോന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കടുത്ത നീതി നിഷേധമാണ് നടക്കുന്നതെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ മൗനം പാലിക്കുകയും അധികാരികൾ കണ്ണടയ്ക്കുകയും ചെയ്യുകയുമാണെന്ന് പ്രതിഷേധ യോഗം കുറ്റപ്പെടുത്തി. പാലയൂർ ഫൊറോന സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചാവക്കാട് താലൂക്ക് ഓഫീസിന് സമീപം വസന്തം കോർണറിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടെ കൊടുക്കുന്ന നോട്ടീസുകളിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കടന്നുകയറ്റക്കാരെന്നാണ്. നമ്മൾ ആധാരം കൊടുത്ത് നമ്മൾ ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയില് അതും പതിറ്റാണ്ടുകളല്ല, ഞാൻ ഇവിടെ കേട്ടിടത്തോളം 100 വർഷത്തിലേറെയായിട്ട് പൂർവികരായിട്ട് ഇവിടെ ജീവിക്കുമ്പോ നമ്മളെ കയറി കടന്നുകയറ്റക്കാരെന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ശബ്ദിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനസ്സോടുകൂടെ നമുക്ക് നിൽക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ അവകാശമാണ്. ഈ അവകാശത്തിനെതിരെ ഏത് നിയമം വന്നാലും അതിനെതിരെ പൗരന്മാരെന്ന നിലയിൽ, മനുഷ്യരെന്ന നിലയിൽ വഖഫ് ബോർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം ആശങ്കാജനകമാണെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും മാർ ടോണി നിലങ്കാവിൽ കൂട്ടിച്ചേർത്തു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചവർ ജില്ലാ കളക്ടർ, മന്ത്രിമാർ, MLA തുടങ്ങിയവർക്കെല്ലാം നിവേദനം നൽകിയിട്ടും നാളിതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ മൗനം പാലിക്കുകയാണെന്നും സമ്മേളനം ആരോപിച്ചു. സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ട്രസ്റ്റി
സാവിയർ വകയായിൽ പ്രമേയം അവതരിപ്പിച്ചു. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, PI ലാസർ, തോമസ് ചിറമൽ, ജോയ്സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റുമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഹെയ്സൺ PA, ചാക്കോ പുലിക്കോട്ടിൽ, ജോഫി ജോയ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, ചാവക്കാട്. മന്ത്രമുഖരിതമായ വേദിയിൽ കടവല്ലൂർ അന്യോന്യത്തിന്റെ 2ാം ദിവസം തൃശൂർ യോഗം ഗംഭീരമാക്കിയപ്പോൾ തിരുനാവായ യോഗത്തിന് പിഴച്ചു. മുമ്പിലിരിക്കൽ നടത്തിയ തൃശൂർ യോഗത്തിലെ നമ്പം ശ്രീഹരി 2ാം അഷ്ടകം 2ാം അധ്യായം 10ാം വർഗത്തിലെ സമിദ്ധോ അഗ്നേ എന്ന് തുടങ്ങി 10 റിക്കുകൾ ഗംഭീരമായി ചൊല്ലി വടക്കുംപാട്ട് ശിവാനന്ദൻ, വടക്കേടം അരുൺ എന്നിവർ കൈകാണിച്ച് സഹായിച്ചു. 2ാം വാരമിരുന്ന തിരുനാവായ യോഗത്തിലെ ഊരേങ്കര സിദ്ധേശ്വർ 2ാം അഷ്ടകം 5ാം അധ്യായം 27ാം വർഗത്തിലെ ഇമാം മേ എന്ന് തുടങ്ങിയെങ്കിലും സ്വരം പിഴച്ചു. നാറാത്ത് രവീന്ദ്രൻ നമ്പൂതിരി, കോതമംഗലം വാസുദേവൻ നമ്പൂതിരി എന്നിവർ സഹായത്തിനുണ്ടായിരുന്നു. തൃശൂർ യോഗത്തിലെ പയ്യൂർ ശ്രീശങ്കരൻ, വീരേന്ദ്ര ദേശ്മുഖ് എന്നിവർ ജഡ പ്രയോഗിച്ചു. കളിമണ്ണ് ഖനന അഴിമതി CPM നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നും ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ്. ചൂണ്ടൽ പഞ്ചായത്തിൽ 2018 നടന്ന അനധികൃത കളിമണ്ണ് ഖനനത്തിൽ തൃശൂർ വിജിലൻസ്, CPMന്റെ കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവും CITU തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായ മുൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീമിനെ പ്രതിയാക്കി കേസെടുത്ത സംഭവത്തിൽ KS കരീമിനെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിഷേധത്തെ തുടർന്ന് അന്വേഷണം നടത്താൻ നിയോഗിച്ച ഉപസമിതി അന്വേഷണം നടത്താതെ അഴിമതിക്ക് കൂട്ടുനിന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഫാം പോണ്ടിന്റെ മറവിൽ പഞ്ചായത്തിലെ താമസക്കാരിയല്ലാത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാർഡില്ലാത്ത സ്വകാര്യ വ്യക്തിക്ക് 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി മത്സ്യക്കുളം നിർമ്മിച്ചു നൽകി. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ നിയന്ത്രണ ചട്ടം ലംഘിച്ച് ഡെവലപ്മെന്റ് പെർമിറ്റ് കരസ്ഥമാക്കി 4 കുളങ്ങൾ കൂടി നിർമ്മിച്ച് കളിമണ്ണ് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതോടെ KS കരീം പഞ്ചായത്ത് യോഗം വിളിച്ചു ചേർത്ത് അഴിമതി അന്വേഷിക്കുവാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DDPക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് CC ശ്രീകുമാർ തൃശൂർ DDPക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ തൃശൂർ വിജിലൻസിൽ പരാതിയും നൽകിയിരുന്നു. അഴിമതി മൂടിവച്ച ഉപസമിതി അംഗങ്ങളെ കേസിൽ പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആൻഡോ പോൾ V, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ഏകാദശി വിശേഷം. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്ക് ആഘോഷിച്ചു. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോലീസുകാരും വിരമിച്ചവരും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കാളികളായി. വൈകിട്ട് നടന്ന സാംസ്കാരിക സദസ്സ് IG K സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി. വിളക്കാഘോഷത്തിന്റെ 9ാം ദിവസമായ ചൊവ്വാഴ്ച GG കൃഷ്ണയ്യർ വക വിളക്ക് ആഘോഷിക്കും. ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് ഗുരുവായൂർ ഗോപന്മാരാരുടെ മേളമാണ്. ഉച്ചതിരിഞ്ഞ് കാഴ്ചശീവേലിക്കും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും അയിലൂർ അനന്തനാരായണന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. സന്ധ്യയ്ക്ക് അദ്വൈത് G വാര്യരുടെ തായമ്പകയും ഉണ്ടാകും. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നെല്ലൂർ PS ബാലമുരുകൻ, PS സാരാംഗൻ എന്നിവർ നാഗസ്വര കച്ചേരി അവതരിപ്പിക്കും. വൈകിട്ട് കീർത്തന കൃഷ്ണകുമാറിന്റെ സോപാന സംഗീതവും തുടർന്ന് മേലോർക്കോട് രവി ഭാഗവതരുടെ നാമസങ്കീർത്തനവും ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രം വടക്കേനടയിലെ താൽക്കാലിക പന്തൽ തകർന്നു വീണു. വലിയ അപകടം ഒഴിവായി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് പന്തൽ നിലം പൊത്തിയത്. ഈ സമയത്ത് ഉച്ചപൂജ നിവേദ്യത്തിനായി ക്ഷേത്രനട അടച്ചിരിക്കുകയായിരുന്നു. മുള ഒഴിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് താഴെയുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. മുള ഉപയോഗിച്ച് കെട്ടിയതിനു മുകളിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് പന്തൽ കെട്ടിയിരുന്നത്. വടക്കേ നടപ്പന്തലിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവയ്ക്കാനായി തുണി കൊണ്ട് കെട്ടിമറച്ചിട്ടുണ്ട്. ഇതിൽ വിശ്രമിക്കുന്നവർക്ക് വെയിൽ കൊള്ളാതിരിക്കാനാണ് നടപ്പുരയിൽ നിന്ന് തൊട്ടടുത്ത കെട്ടിടം വരെ പന്തൽ കെട്ടിയിരുന്നത്. ഒരു ഭാഗത്ത് തൂണില്ലാതെ 2 ആഴ്ച മുമ്പാണ് പന്തൽ കെട്ടിയത്. ടൈലുകൾ പൊളിക്കേണ്ടി വരുമെന്നതിനാലാണ് തൂണുകൾ ഒഴിവാക്കിയത്. എന്നാൽ തകർന്നു വീണതോടെ തൂണുകൾ കൊണ്ടുവന്ന് പന്തൽ വീണ്ടും കെട്ടാനുള്ള ശ്രമം ആരംഭിച്ചു.
കാൽവറി പ്രേയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സുവിശേഷ മഹായോഗം നടത്തി. കുന്നംകുളം ടൗൺ ഹാളിൽ ഞായറാഴ്ചയായിരുന്നു സുവിശേഷ യോഗം. KSEB റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ UT ജോർജ്, ഡോക്ടർ ജോജി, K. നൈനാൻ കോലഞ്ചേരി എന്നിവർ പ്രാസംഗികരായി. ഫാദർ തോമസ് പാഴ്മ്പിള്ളി, ഫാദർ ഔസേപ്പ് ഞാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ജീവധാര കോലഞ്ചേരി ഗാനശുശ്രൂഷ നിർവഹിച്ചു. കാൽവറി പ്രേയർ ഫെലോഷിപ്പ് കുന്നംകുളം ഏരിയ കോർഡിനേറ്റർ CB സിബിൻ യോഗത്തിന് നന്ദി പറഞ്ഞു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. എല്ലാ മാസവും കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ കാൽവരി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആകുലപ്പെട്ട് നിരാശപ്പെട്ട് മുഖം കൊമ്പിട്ട് സ്വസ്ഥത എന്തെന്നറിയാതെ സമാധാനം എന്തെന്നറിയാതെ കഴിയുന്നവരാണ് നിങ്ങൾ അനേകരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും അടുത്ത് വന്ന് നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ, അവൻ നിങ്ങൾക്ക് തെളിവായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണാൻ ഇടവരട്ടെ, സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ. കേദാർനാഥിലെ റാവൽജി അഥവാ മുഖ്യ പുരോഹിതൻ ശിവശങ്കർ ലിംഗ് നെല്ലുവായ് ക്ഷേത്ര ദർശനം നടത്തി. റാവൽജിക്കൊപ്പം സഹപുരോഹിതരും ധന്വന്തരി മൂർത്തിയെ വണങ്ങാൻ എത്തിയിരുന്നു. കേരളത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി ആദ്യമായാണ് കേദാർനാഥിൽ നിന്നും റാവൽജി എത്തുന്നത്. ക്ഷേത്രത്തിലെത്തിയ റാവൽജിയെ ദേവസ്വം ഓഫീസർ PB ബിജു പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. सर्वप्रथम भगवान श्री केदारनाथ जी के श्री चरणों में साष्टांग दंडवत प्रणाम करते हुए आज परम सौभाग्य का दिन है कि आज हमें इस प्राचीनतम मंदिर त्रिचूर स्थान पे द्वापर युग से अवतरित धन्वंतरी जी का दिव्य मंदिर उनके दर्शन करने का सौभाग्य प्राप्त हुआ और बहुत ही यहाँ पर भगवान മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം നടന്നു. മുളയം മേരി മാതാ മേജർ സെമിനാരി റെക്ടർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ അധ്യക്ഷനായി. ദീർഘകാലത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം ഈ വർഷം വിരമിക്കുന്ന TL ലോനപ്പൻ മാസ്റ്ററെയും 15 വർഷത്തെ സർവീസ് അവാർഡ് നേടിയ സിസ്റ്റർ ട്രീസ ജീസ്, VK അൽഫോൺസ, സീറോ മലബാർ സഭാതാരം ഡേവിഡ് തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ആന്റണി സൈമൺ T വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ, മറ്റം FCC അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, പ്രിൻസിപ്പാൾ VK ജോർജ് മാസ്റ്റർ, വിശ്വാസ പരിശീലന കൗൺസിൽ പ്രസിഡന്റ് CL ആന്റണി, ട്രസ്റ്റി ജോൺസൺ കാക്കശ്ശേരി, വിദ്യാർത്ഥി പ്രതിനിധി ഡേവിഡ് തോമസ് K, ജനറൽ കൺവീനർ KJ സുനിൽ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകൻ TL ലോനപ്പൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി കൺവീനർമാർ, വിശ്വാസ പരിശീലകർ എന്നിവർ ദിനാഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ഹരിതകർമ്മസേന യൂസർ ഫീയിൽ ജില്ലയ്ക്ക് അഭിമാനമായി ചാവക്കാട് നഗരസഭയിലെ 9ാം വാർഡ്. ഒരു വർഷം നിരന്തരമായി 100% യൂസർ ഫീ ശേഖരിച്ചാണ് വാർഡ് നേട്ടം കൈവരിച്ചത്. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, കുടുംബങ്ങൾക്കായി ഹരിതഗൃഹം പദ്ധതി, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനായി സൗജന്യ തുണിസഞ്ചി വിതരണം, ബോധവൽക്കരണം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഹരിതഭവന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KV സത്താർ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീയെയും ചടങ്ങിൽ ആദരിച്ചു. ക്ലീൻ സിറ്റി മാനേജർ ദിലീപ്, ഫിറോസ് തൈപ്പറമ്പിൽ, വൈശാഖ് എന്നിവർ സംസാരിച്ചു.
ആവേശപ്പോരിൽ കേരളവർമ്മ കോളേജിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജ്. കലാശപ്പോരാട്ടത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും വളാഞ്ചേരി MES കോളേജും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജും തൃശൂർ കേരളവർമ്മ കോളേജും തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. അധിക സമയത്തും സമനില തുടർന്നതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ആവേശത്തിന്റെ കൊടുമുടി കയറിയ ഷൂട്ടൌട്ടിൽ 5-3 എന്ന ഗോൾ നിലയിലാണ് ശ്രീകൃഷ്ണ വിജയിച്ചത്. ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ശ്രീകൃഷ്ണ കോളേജ് ഫൈനലിൽ ഇടം നേടുന്നത്. രണ്ടാം സെമി ഫൈനലിൽ വളാഞ്ചേരി MES കോളേജും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജും തമ്മിൽ നടന്ന മത്സരവും ഷൂട്ടൌട്ടിലാണ് കലാശിച്ചത്. കളിയുടെ മുഴുവൻ സമയവും ഗോൾരഹിത സമനിലയിലായിരുന്ന ഇരു ടീമുകളും എക്സ്ട്രാ ടൈമിൽ ഓരോ ഗോൾ വീതം നേടി സമനില തുടർന്നതോടെ ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു. 4-നെതിരെ 5 ഗോളുകൾക്ക് ഗുരുവായൂരപ്പൻ കോളേജിനെ പരാജയപ്പെടുത്തിയാണ് വളാഞ്ചേരി MES കോളേജ് കലാശപ്പോരിലേക്ക് കടന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ MESഉം ആതിഥേയരായ ശ്രീകൃഷ്ണയും കൊമ്പുകോർക്കും. മത്സരത്തിലെ വിജയികൾക്ക് മുൻവർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫ് സമ്മാനദാനം നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ശ്രീകൃഷ്ണ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ മീന രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ സക്കീർ ഹുസൈൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 50-അംഗ ടീമിന്റെ പ്രഖ്യാപനം നടത്തും. CCTV ന്യൂസ്, കേച്ചേരി. സംസ്ഥാനത്തെ വലിയ മത്സ്യമൊത്ത കച്ചവട മാർക്കറ്റുകളിലൊന്നായ കുന്നംകുളം തുറക്കുളം മാർക്കറ്റിന്റെ വികസനം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് CPM കുന്നംകുളം ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. TI ബേബി നഗറിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഭവീഷ് ആനായിക്കൽ, അജിത അശോകൻ, സുഭാഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഭവീഷ് ആനായിക്കൽ സെക്രട്ടറിയായി 15-അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് റെഡ് വളണ്ടിയർ പരേഡും റാലിയും പൊതുസമ്മേളനവും നടന്നു. കാടിയാമ്പാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ച് സമ്മേളനം നടക്കുന്ന ആനായിക്കൽ സെന്ററിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ഭവീഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് PWD റസ്റ്റ് ഹൌസിൽ ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നടന്നു. ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പുന്നയൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം മാറ്റിവെച്ച 10.60 കോടി രൂപയിൽ നിർമ്മിക്കുന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെയും 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചേറ്റുവ രാമു കാര്യേട്ട് സ്മാരകത്തിന്റെയും നിർമ്മാണോദ്ഘാടനവും ഡിസംബർ മാസത്തിൽ നടത്താൻ തീരുമാനമായി. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ആശുപത്രി പുതിയ കെട്ടിട നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് MLA കർശന നിർദ്ദേശം നൽകി. ചിങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് സ്പെഷ്യൽ തഹസിൽദാർ യോഗത്തെ അറിയിച്ചു. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കാനും MLA നിർദ്ദേശം നൽകി. ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെ റോഡ് നവീകരണം ആരംഭിച്ചതായി റോഡ്സ് വിഭാഗം എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ചേറ്റുവ കായൽ പ്രൊട്ടക്ഷൻ പ്രവൃത്തികൾക്ക് ടെൻഡർ നടപടി സ്വീകരിച്ചതായും കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇറിഗേഷൻ വകുപ്പ് എഞ്ചിനീയർ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് കറുകമാട് 8-ാം വാർഡിലെ വികസന മുരടിപ്പിനെതിരെ CPM കറുകമാട് സെന്ററിൽ പ്രതിഷേധ ജ്വാല നടത്തി. കറുകമാട് ബ്രാഞ്ച് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം CPM ഏരിയ കമ്മിറ്റി അംഗം H അക്ബർ ഉദ്ഘാടനം ചെയ്തു. EC അർജുനൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച വാട്ടർ ടാങ്കിൽ നിന്നും കുടിവെള്ളം വിതരണം ചെയ്യുക, പഞ്ചായത്ത് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു.
വടക്കേക്കാട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണം നടത്തി. 12ാം വാർഡിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്ലോറിനേഷൻ, നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. വാർഡ് മെമ്പർ റഷീദ് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുജിത, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, JHI അൻവർ, JPHN സുരിയത്ത് എന്നിവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അഞ്ഞൂർ തിരുനാൾ ആഘോഷത്തിന് സമാപനം. ആവേശം നിറഞ്ഞ എഴുന്നള്ളിപ്പുകൾക്ക് സമാപനം കുറിച്ച് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരന്നു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഷിജോ പൊട്ടത്തൂർ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കുമറ്റത്തിൽ സഹകാർമ്മികനായി. തുടർന്ന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം അഞ്ഞൂർ അങ്ങാടി പള്ളിയിൽ സമാപിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 6 മുതൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് നടത്തി. 12 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ 7 വരെ ഗതാഗത നിയന്ത്രണം ഒരുക്കിയിരുന്നു. തിങ്കളാഴ്ച ഇടവകയിൽ മരിച്ചവരുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. നവംബർ 24-ന് 8-ാമിടത്തോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും. തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോൺസൺ മാറോക്കി, ട്രസ്റ്റിമാരായ ജിൻജോ ചുങ്കത്ത്, ബൈജു വാഴപ്പള്ളി, ജോജോ വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർകുളം. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ടാണിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ടാണിശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ നടന്ന ജനകീയ സാംസ്കാരിക കൂട്ടായ്മ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉമ്മർ ഇമ്പാർക്ക് അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, കൂനമുച്ചി കലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹംസ, മാധ്യമപ്രവർത്തകൻ PA ദിനുദാസ്, PA മുസ്തഫ, VK ദാസൻ എന്നിവർ സംസാരിച്ചു. VS വിശ്വംഭരൻ നാടകാനുഭവം പങ്കുവച്ചു. VD ബിജു ബാബുരാജ്, KA ശിവൻ എന്നിവർ നാടൻപാട്ട് അവതരണം നടത്തി. സത്യബാലൻ കവിതാവതരണം നടത്തി. പഴഞ്ഞി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസമായി നടന്നുവന്നിരുന്ന പരിഹാരക്രിയകൾ തിങ്കളാഴ്ച നടന്ന കലശാഭിഷേകത്തോടെ സമാപിച്ചു. ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ മുന്നോടിയായി അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരമുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തിയത്. വിവിധ ദിവസങ്ങളിലായി ദേവതകൾക്ക് പത്മമിട്ട് പൂജ, ബ്രാഹ്മണർക്ക് കാൽക്കഴുകിച്ചൂട്ട്, പ്രേതവേർപാട്, സുദർശന ഹോമം, സർപ്പബലി, ഭഗവതിക്ക് ത്രികാല ശംഖാഭിഷേകം എന്നിവയും സമാപന ദിവസമായ തിങ്കളാഴ്ച ഭഗവതിക്ക് വിശേഷാൽ പൂജകളും 25 കലശാഭിഷേകവും നടത്തിയതോടെ പരിഹാര പ്രായശ്ചിത്ത ക്രിയകൾക്ക് സമാപനമായി. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. 5 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി, ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ട്രഷറർ AR ജയപ്രകാശ്, കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. മണ്ണിനെ തൊട്ട് മണ്ണറിഞ്ഞ നല്ല മനുഷ്യനാകാൻ കുരുന്നുകൾ. വാഗ മാലതി UP സ്കൂളിലെ 4-5 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് പാടശേഖരത്തിൽ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാനെത്തിയത്. സ്കൂൾ പരിസരത്തുള്ള പാടശേഖരത്തിലാണ് വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിയത്. മുതിർന്ന കർഷകനായ KM പരമേശ്വരൻ കുട്ടികൾക്ക് കൃഷിയുടെ വിത്തിറക്കൽ മുതൽ കതിർ കൊയ്ത് നെല്ലെടുക്കുന്നതും പിന്നീട് നെല്ല് കുത്തി അരിയാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ജൈവകൃഷിരീതിയെക്കുറിച്ചും വിഷരഹിത പച്ചക്കറികൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിച്ചു. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് പരമേശ്വരൻ മറുപടി നൽകി. കാർഷിക രീതികളെക്കുറിച്ചും വിശദമാക്കി. അധ്യാപകരായ മിനി ടീച്ചർ, വിജി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ കൃഷിരീതികൾ മനസ്സിലാക്കുന്നതിനായി പാടശേഖരത്തിലെത്തിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ഫസ്റ്റ് ടെക്ട്രോബ് എക്സ്പോ 2024 സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റ് കുന്നംകുളം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി ഡിജിറ്റൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, HK സ്കൂൾ ട്രെൻഡ്സ് റീജിയണൽ മാനേജർ നിതുൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു.
ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അധ്യാപകരായ ലീന KV, മിന്നു MC എന്നിവർ സംബന്ധിച്ചു. വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ്, റോബോട്ടിക് ആനിമേഷൻ എന്നിവ ഡിജിറ്റൽ ഫെസ്റ്റിനെ ആകർഷകമാക്കി. ഇൻഡസ്ട്രിയൽ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ റോബോട്ടിക് എക്സ്പോയും നടന്നു. അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പഞ്ചമി വിനോദ് സ്വാഗതവും സ്കൂൾ പ്യൂപ്പിൾ ലീഡർ പ്രണവ് പ്രദീപ് നന്ദിയും പറഞ്ഞു. കമ്പ്യൂട്ടർ വിഭാഗം അധ്യാപകരായ അശ്വതി MC, റൂമി PC, നിബ വിനു എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, വേലൂർ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായി വൈദ്യുത ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും മിനി പെരുന്നാളും ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന വൈദ്യുത ദീപാലങ്കാരം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ആശീർവദിക്കും. തുടർന്ന് ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗം PK ജിജു എറണാകുളം ദീപാലങ്കാര സ്വിച്ച് ഓൺ നിർവഹിക്കും. തുടർന്ന് സന്ധ്യാ നമസ്കാരവും നടക്കും. നവംബർ 20, 21 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. സംയുക്ത പള്ളി പെരുന്നാൾ ആഘോഷ കമ്മിറ്റികൾ 11 ദേശങ്ങളിലും പെരുന്നാൾ കൊടി ഉയർത്തി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ TCV ഉത്സവ് ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശീയപാത 66 തിരുവത്ര അത്താണിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അകലാട് 3 ബീച്ച് സ്വദേശി തിരുവത്ത് അസീഫിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ അസീഫിനെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണിയമ്പാൽ കുന്നുംകുളം ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ മണികണ്ഠ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ചിറമനേങ്ങാട് വാസുണ്ണിസ്വാമിയുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ഗജവീരനും പഞ്ചവാദ്യവും താലമേന്തിയ മാളികപ്പുറങ്ങളും എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. എഴുന്നള്ളിപ്പ് ആനായ്ക്കൽ കക്കയം വഴി ശ്രീ ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്ര തിരുമുറ്റത്ത് എത്തിച്ചേർന്നു. ഉടുക്കുപാട്ട്, പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടുംതട, കനലാട്ടം, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടായി. സെക്രട്ടറി അജിത് കുമാർ, പ്രസിഡന്റ് ചന്ദ്രമോഹൻ, ട്രഷറർ സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മന്നലാംകുന്ന് സ്വദേശിയെ കാണുവാനില്ലെന്ന് പരാതി. ചക്കോലയിൽ ഷെമീർ എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാതായത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 70 34 59 57 17 62 82 67 03 17 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. പുനേർകുളം പഞ്ചായത്തിലെ 186 നമ്പർ പുഴിക്കള റേഷൻ കടയിൽ കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. കെ കുഞ്ഞുമൊയ്തുവിന്റെ ലൈസൻസിയിലുള്ള റേഷൻ കടയിൽ തിങ്കളാഴ്ചയാണ് കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. താലൂക്ക് സപ്ലൈ ഓഫീസർ സൈമൺ ജോൺ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർമാരായ ഷംസു, അജിത ഭരതൻ എന്നിവർ ചേർന്ന് കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈസൻസി കെ കുഞ്ഞുമൊയ്തു നന്ദി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലൂടെയും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത് പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ. മുളയ്ക്കൽ കുടുംബയോഗം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റം കരിസ്മ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ MP അപ്പുണ്ണി മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനം മുതിർന്ന അംഗം ML ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗം പ്രസിഡന്റ് MP വർഗീസ് അധ്യക്ഷനായി. സെക്രട്ടറി മിൽട്ടൺ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കൂത്തൂർ മുഖ്യാതിഥിയായി. മാർ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സന്യസ്ത ജീവിതത്തിൽ രജത ജൂബിലി പൂർത്തീകരിച്ച സിസ്റ്റർ നോയലിന് ചടങ്ങിൽ ആദരിച്ചു. ഫാദർ ബിനോയ് മുളയ്ക്കൽ, സിസ്റ്റർ ഡെയ്സി, സിസ്റ്റർ അനുമരിയ, സിസ്റ്റർ തേജസ്, സിസ്റ്റർ നിമ്മി, കുടുംബയോഗം ഭാരവാഹികളായ ബിജി ജോമോൻ, MP ജെയ്സൺ, MP ഷാജു എന്നിവർ സംസാരിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാർ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമായത്. മുതിർന്ന കുടുംബാംഗമായ മുളയ്ക്കൽ തോമയെ ചടങ്ങിൽ ആദരിച്ചു. എൻഡോമെന്റ് വിതരണം, അവാർഡ് വിതരണം, നവവധൂവരന്മാർക്ക് അനുമോദനം, വിവാഹ സുവർണ ജൂബിലി ദമ്പതികളെ അനുമോദിക്കൽ, സമ്മാനദാനം, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും കുടുംബ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. CCTV ന്യൂസ്, കേച്ചേരി.
ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ ഗേൾസ് സോഫ്റ്റ് ബോൾ മത്സരത്തിൽ സ്വർണം നേടിയ തൃശൂർ ജില്ലാ ടീമിലെ അംഗമായ വേലൂർ RSRV സ്കൂളിലെ കായിക താരം അവന്തികയെ യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിവേക് MG, KSU മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു, മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, അലൂഷി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഫ്രിൻഡോ ഫ്രാൻസിസ്, പ്രകാശൻ, ജോക്കുട്ടൻ, MS ശരത്, ഹരീഷ് ജെറോം എന്നിവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ കൊടപ്പാടത്ത് പ്രദീപ് സോണി ദമ്പതികളുടെ മകളാണ് അവന്തിക. പുന്നേർകുളം പഞ്ചായത്ത് അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചമ്മന്നൂർ അമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നടത്തി. PT കൊടുക്കാതിരിക്കാൻ പ്രമേഹത്തിന് എന്ന സന്ദേശം ഉയർത്തിയാണ് സ്കൂളിലെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനവും ബോധവൽക്കരണവും നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. JHI ഉണ്ണികൃഷ്ണൻ പ്രമേഹ രോഗത്തെക്കുറിച്ചും യോഗ ട്രെയിനർ ബൈജു യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. തുടർന്ന് യോഗ പരിശീലനവും ഉണ്ടായി. ആരോഗ്യ ജീവനക്കാരും അധ്യാപകരും നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. ഫാദർ ബിജു പാണേങ്ങാടൻ കൊടിയേറ്റം നിർവഹിച്ചു. പാട്ടുകുർബാന, സന്ദേശം, നൊവേന, ലതീഞ്ഞ് എന്നിവയും ഉണ്ടായി. നവംബർ 23, 24 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. നവംബർ 19, 20 തീയതികളിലായി നടക്കുന്ന CPM എളവള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സമൂഹത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. വാഗ അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാല ഹാളിൽ നടന്ന സെമിനാറിൽ ചാവക്കാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PL ജോസഫ് വിഷയം അവതരിപ്പിച്ചു. PV അശോകൻ, TN ലെനിൻ, KP രാജു എന്നിവർ സംസാരിച്ചു. CK മോഹനൻ, PA ഷൈൻ, TS ഷാജു, സുമ മണികണ്ഠൻ, TD സുനിൽ എന്നിവർ നേതൃത്വം നൽകി. CPM വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സമ്മേളനം വാർഡ് വികസന സമിതി ഹാളിൽ KS ശങ്കരൻ നഗറിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി അംഗം മാധവൻ നായർ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി അംഗം ER രാഹുൽ രക്തസാക്ഷി പ്രമേയവും TB ബിനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് EF യോഹന്നാൻ അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സംസ്ഥാന മഹിളാ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ സെക്രട്ടറിയായി KV ഫ്രാൻസിസിനെ തിരഞ്ഞെടുത്തു. ചൂണ്ടൽ തത്തുമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. വിളക്ക് ദിവസമായ ഞായറാഴ്ച രാവിലെ ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ സമിതിയുടെയും പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണമുണ്ടായി. രാവിലെ മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ അന്നദാനവും നടന്നു. വൈകിട്ട് പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരത്തിന്റെയും കാവടിയുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരിന്റെയും അകമ്പടിയോടെ പാലക്കും എഴുന്നള്ളിച്ചു. മണത്തല തത്തുമസി അയ്യപ്പൻ വിളക്ക് സംഘം ദേശവിളക്കാഘോഷത്തിൽ വിളക്ക് പാർട്ടിയായി. നിരവധി താലങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട തുടങ്ങിയ ചടങ്ങുകളോടെ ദേശവിളക്കാഘോഷത്തിന് സമാപനമായി. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങളും ശനിയാഴ്ച വൈകിട്ട് വൈക്കം ശിവഹരി ഭജൻസ് അവതരിപ്പിച്ച ഹൃദയജപലഹരിയും അരങ്ങേറി. CCTV ന്യൂസ് കേച്ചേരി. കണ്ടാണിശ്ശേരി എക്സൽസിയർ LP സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രദ്ധേയമായി. ഗുരുവായൂർ ഏകാദശി കോടതി വിളക്കിനോടനുബന്ധിച്ചാണ് വിദ്യാലയത്തിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ഗുരുവായൂർ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും അമ്മമാരുടെയും ഏറെ നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു അവസരം നേടാനിടയാക്കിയത്. വൈദേഹി, നിഹാരിക, ദിയ, അൻസിലിയ, അനയ, ആദിഭദ്ര, ആവണി എന്നിവരടങ്ങുന്ന സംഘമാണ് തിരുവാതിര അവതരിപ്പിച്ചത്. നവംബർ 19, 20 തീയതികളിലായി നടക്കുന്ന CPIM പന്നിത്തടം ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തടം മേഖലാ കമ്മിറ്റി പ്രവർത്തക യോഗവും കളിയും ചിരിയും ഒത്തിരി കാര്യവും എന്ന പേരിൽ
കലാപരിപാടികളും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഷീജ മണി അധ്യക്ഷയായി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മിനി അരവിന്ദൻ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം മീന സാജൻ, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ്, CPIM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളും നടന്നു. എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തൃശൂർ ജില്ലാതല സമാപന സമ്മേളനം തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ലോട്ടസ് പാലസിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ രാധാകൃഷ്ണൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ, പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജൂബിലിറ്റി കുര്യാക്കോസ് നിർവഹിക്കും. കണ്ണൂർ ICM ഫാക്കൽറ്റി T മുഹമ്മദ് ഷഹീർ പ്രബന്ധാവതരണം നടത്തും. തലപ്പിള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ജോജി പോൾ മോഡറേറ്ററാകും. ഉച്ചഭക്ഷണത്തിനു ശേഷം 1:30 മുതൽ 3 മണിവരെ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളുണ്ടാകും. 3 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ സീനിയർ ഗ്രൗണ്ട് പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിച്ച് വൈകിട്ട് 4-ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ PN സുരേന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കും. വിവിധ മേഖലാ സർക്കിൾ സഹകരണ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, SCB വിവിധ ബ്രാഞ്ച് പ്രതിനിധികൾ, മൾട്ടിപർപ്പസ് സഹകരണ സംഘം, ഹൌസിംഗ് സഹകരണ സംഘം പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ K രാമചന്ദ്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ KK സാബു, കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ SN ആരാധന, കുന്നംകുളം അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് KA അസീസ് എന്നിവർ അറിയിച്ചു. സഹകരണ വാരാഘോഷത്തിന്റെ 21ാമത് സഹകരണ വാരാഘോഷം കേരളത്തിൽ നവംബർ 14 മുതൽ നവംബർ 20 വരെ ഒരാഴ്ചക്കാലം ആചരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞ 15-ാം തീയതി ചാവക്കാട് താലൂക്കിലെ തൃപ്യാവശ്യ നടപടി രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി അതിനുശേഷമുള്ള സെമിനാർ സെഷൻ രാവിലെയും ഉച്ചകഴിഞ്ഞ് ഒരു ഘോഷയാത്രയും വൈകിട്ട് 4 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സമാപന സമ്മേളനവും പൊതുസമ്മേളനവും നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. CCTV ന്യൂസ് കുന്നംകുളം. നവംബർ 21-22 തീയതികളിൽ നടക്കുന്ന CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കലാസാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സദസ്സ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വില്ലേജ് സെക്രട്ടറി സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PT ദേവസി, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, TK ശിവൻ, VC ബിനോജ്, PB ബിബിൻ, കുഞ്ഞുമോൻ കരിയന്നൂർ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സൺ സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1986-87 SSLC ബാച്ചിലെ വിദ്യാർത്ഥികൾ 37 വർഷങ്ങൾക്ക് ശേഷമാണ് സ്നേഹമധുരം എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വിദ്യാ റെസിഡൻസിയിൽ നടന്ന സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. കൂട്ടം കൂടി കളിച്ച ഗെയിമുകൾ, മറ്റ് മത്സരങ്ങൾ, ആദ്യകാലത്തെ മധുരം നുഴഞ്ഞ മിഠായികളെല്ലാം ഒത്തുചേരലിനെ വേറിട്ടതാക്കി. കലാപരിപാടികളും അരങ്ങേറി. സമ്മാനദാനവും നടന്നു. ആഗി ജോൺ, ബിന്ദു ടീച്ചർ, പ്രിൻസ്, ബിനോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാവക്കാട് മേഖലാ പ്രവർത്തക ക്യാമ്പ് സംസ്ഥാന നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KP മോഹൻ ബാബു അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി C സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം A ശ്രീകുമാർ മാസ്റ്റർ, ഡോക്ടർ ജോഷി എന്നിവർ ഭാവി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. A ശ്രീകുമാർ മാസ്റ്റർ, ആന്റണി വാഴപ്പുള്ളി, ദേവദാസ് മാസ്റ്റർ, MA അഷ്റഫ്, M കേശവൻ, ബാബു മാസ്റ്റർ തുടങ്ങിയവർ ആശയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CL ജോഷി, ജില്ലാ ട്രഷറർ P രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗോപി കൃഷ്ണ, മേഖലാ കമ്മിറ്റി അംഗം ദേവദാസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ഡേ ആഘോഷം സംഘടിപ്പിച്ചു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറർ മോൺസി, പൾമനോളജിസ്റ്റ് ഡോക്ടർ അഖിൽ പോൾ, സർജൻ ഡോക്ടർ തിലകൻ, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അജിത്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. 25 വർഷം പൂർത്തീകരിച്ച ജീവനക്കാരെ അനുമോദിച്ചു. വിവിധ കലാപരിപാടികൾ, ഏകാംഗ നാടകം, ഗാനമേളയും അരങ്ങേറി. സമ്മാനദാനവും ഉണ്ടായി. തൊഴിയൂർ ശ്രീ ആവേൻ ക്ഷേത്രത്തിൽ നവംബർ 22 വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തൊഴിയൂർ ചേറ്റട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10 മണിക്ക് ആവേൻ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം നടത്തി. ഡോക്ടർ V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒപ്പം നടക്കാം അനുയാത്ര വളണ്ടിയർ പരിശീലന ക്ലാസും ഉണ്ടായിരുന്നു. ക്ലബ്ബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രതീക്ഷ സെക്രട്ടറി VP ശിവദാസ്, സ്റ്റാഫ് നഴ്സ് TC വിജയിതയും ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ V. സേതുമാധവനെ മൊമന്റോ നൽകി ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ കുറുപ്പത്ത്, വൈസ് പ്രസിഡന്റ് V. കേശവദാസ്, ട്രഷറർ PB മഹേഷ്, എക്സിക്യൂട്ടീവ് അംഗം K. നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. വിപണി. കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ DDRC ആഗ്ലസിന്റെ പുതിയ ശാഖ കേച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി പെട്രോൾ പമ്പിന് എതിർവശം ലാവിഷ് പ്ലാസയിലാണ് DDRC ആഗ്ലസ് ഡയഗ്നോസ്റ്റിക്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. DDRC ആഗ്ലസ് സോണൽ ഹെഡ് സിജോ ആന്റണി അധ്യക്ഷത വഹിച്ചു. ചുണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, മെമ്പർ P. ലീല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. DDRC ആഗ്ലസ് ക്ലസ്റ്റർ മാനേജർ PS കിരൺ നന്ദി പറഞ്ഞു. 41 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സൂക്ഷ്മവും കൃത്യതയുമാർന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ, ലോക നിലവാരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉയർന്ന യോഗ്യതയുള്ള ഡോക്ടർമാർ, 24x7 പ്രവർത്തിക്കുന്ന ലാബുകൾ, പേപ്പർ രഹിത ലാബ് റിപ്പോർട്ടുകൾ, ECG, ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ, ഡോക്ടറുടെ സേവനം, ഹോം കളക്ഷനും ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ വൈകിട്ട് 6 മണി വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ വൈകിട്ട് 3 മണി വരെയും സ്ഥാപനം പ്രവർത്തിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത 50 പേർക്ക് കൊളസ്ട്രോൾ ടെസ്റ്റ് സൗജന്യമായി ചെയ്തു നൽകി. DDRC ആഗ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ലാവിഷ് പ്ലാസ, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് എതിർവശം, കേച്ചേരി. ഫോൺ 9090525247 8848549407. വടക്കേ കോതച്ചിറ പൂവം പൂമ്പാറ്റയും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓഫീസ് പരിസരത്ത് സൗജന്യ ആരോഗ്യ പരിശോധനയും രക്തപരിശോധനയും കണ്ണ് പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. പെരിങ്ങോട് ഹണി വെൽനസ് ക്ലിനിക്കും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി. SDPI ചാവക്കാട് പുതിയ മുനിസിപ്പൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗം M. ഫാറൂഖ്, ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖുൽ അക്ബർ, സെക്രട്ടറി ഡോക്ടർ സക്കീർ ഹുസൈൻ, ട്രഷറർ നൌഫൽ അകലാട്, ജോയിന്റ് സെക്രട്ടറി ഷെഫീദ് ബ്ലാങ്ങാട്, മണ്ഡലം കമ്മിറ്റി അംഗം ഷമീർ ബ്രോഡ്വേ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്ന നിരവധി പേർക്ക് മെമ്പർഷിപ്പും നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം
തയ്യൂർ വട്ടപ്പറമ്പിൽ രാവുണ്ണി ആശാരി മകൻ ചന്ദ്രൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. ജീജ ഭാര്യയും സജനശ്രീ, അഞ്ജനശ്രീ എന്നിവർ മക്കളുമാണ്. കണ്ടാണിശ്ശേരി അരിയന്നൂർ വീട്ടിൽ വാസു ആശാരി നിര്യാതനായി. ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിമരം നിർമ്മിക്കുന്ന പാരമ്പര്യ അവകാശി കുടുംബാംഗമാണ്. സംസ്കാരം ചൊവ്വാഴ്ച 1:30 എളവള്ളി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും. പ്രേമഭാര്യയും സൗമ്യ, സുമീഷ് എന്നിവർ മക്കളുമാണ്. വെള്ളറക്കാട് മനപ്പടി ഇലക്ട്രീഷ്യൻ ചന്ദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. അനിതയാണ് ഭാര്യ. ശബരിനാഥ്, കൃഷ്ണദാസ് എന്നിവർ മക്കളാണ്. ചമ്മന്നൂർ ഷാപ്പ് റോഡിൽ താമസിക്കുന്ന പരേതനായ പന്തായിൽ നാരായണൻ മകൻ രാധാകൃഷ്ണൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലത ഭാര്യയാണ്. അദ്വൈത്, ഐശ്വര്യ, യദുകൃഷ്ണൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാലകൗമാര കലകളുടെ കേളികൊട്ടുമായി കുന്നംകുളം ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങൾക്ക് അരങ്ങുണർന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ആദ്യ ദിനത്തിൽ അരങ്ങ് തകർത്തത് സ്റ്റേജിതര മത്സരങ്ങൾ. കലോത്സവ കാഴ്ചകൾ CCTVയിലൂടെ തത്സമയം. വഖഫ് ഭൂമി വിവാദം പ്രതിഷേധവുമായി പാലിയൂർ ഫൊറോന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കടുത്ത നീതി നിഷേധമാണ് നടക്കുന്നതെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ മൗനം പാലിക്കുകയും അധികാരികൾ കണ്ണടയ്ക്കുകയും ചെയ്യുകയാണെന്ന് പാലയൂർ ഫൊറോന. അഞ്ഞൂരിൽ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിലെ വരാന്തയിൽ തീയിട്ട നിലയിൽ. മേഖലയിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന സൂചന. പോലീസ് അന്വേഷണം തുടങ്ങി. മാറഞ്ചേരി പുറങ്ങിൽ മാരാമുറ്റത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 3 പേർ പോലീസ് പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്രം വടക്കേ നടയിലെ താൽക്കാലിക പന്തൽ തകർന്നു വീണു. വലിയ അപകടം ഒഴിവായി. രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലാണ് പന്തൽ നിലം പൊത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.